അതെ, ഇന്നലെ ക്ലാസ് എടുത്ത മിസ്സിന്റെ പേരറിയോ? ക്ലിയർ ആയില്ല, പറഞ്ഞ എന്താ? ഇന്നലെ ക്ലാസ് എടുത്ത മിസ്സിന്റെ പേരറിയോന്ന്? രണ്ടുപേരെടുത്തു. ആ ട്രീസ മിസ് അല്ലാണ്ട് വേറൊരു മിസ് വന്നിട്ടുണ്ടായില്ലേ? രമ്യ. 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 Good morning. Good morning, ma'am. Good morning, miss. Good morning, miss. Good morning, ma'am. Good morning, ma'am. Okay, അപ്പോൾ നമ്മള് ഫസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് കാര്യങ്ങളായിരുന്നു അല്ലെ. ഹോസ്പിറ്റൽ ഡെഫിനേഷൻ ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷനിൽ പഠിച്ചത്. ഓർക്കുന്നുണ്ട് എല്ലാവരും? ഇൻട്രൊഡക്ഷൻ പഠിച്ചായിരുന്നോ? ഓക്കെ. ആർക്കെങ്കിലും ഒരാൾക്ക് ഡെഫിനേഷൻ പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ? ഒരാൾക്ക്? മാമിന്റെ പേരൊന്ന് പറയോ? മിൽട്രോസ്. ഒന്നുകൂടെ. ആരെങ്കിലും ഒരാള് ഡെഫിനിഷൻ മനസ്സിലായത് പറഞ്ഞാൽ മതി. Hospitals are institutions providing medical and surgical treatment and nursing care for any ill or injured people. എന്താ മനസ്സിലായ? ഹോസ്പിറ്റൽസ് എന്ന് വെച്ചാല് മെഡിക്കലും പിന്നെ സർജിക്കൽ ട്രീറ്റ്മെന്റും നഴ്സിന്റെ കെയർ ത്രൂ കൊടുക്കുന്നതാണ് ഇഞ്ചേർഡ് പറ്റിയ പീപ്പിൾസിന്. താങ്ക് യു. അത്തരത്തിലുള്ള ഡെഫിനിഷൻസ് ആണ് നമ്മൾ പഠിച്ചതല്ലേ. ഇനി ലാറ്റിൻ നൗണായ ഇന്ത്യയിൽ നിന്നാണ് നമ്മൾ ഇംഗ്ലീഷ് വേർഡുകൾ വന്നിരിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഹോസ്പിസിന്റെ മീനിങ് എന്തായിരുന്നു? ഗസ്റ്റ് ഓർ വിസിറ്റർ. ഗസ്റ്റ് ഓർ വിസിറ്റർ. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ചാപ്റ്റർ 2 ആണ്, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്. ഓക്കെ. അപ്പോ ഹിസ്റ്ററിയിൽ പറയുന്നത് എന്താണ്, കുറെ ഇയേഴ്സുകൾ ഉണ്ട്. അതുപോലെ തന്നെ ഓരോ ഹോസ്പിറ്റൽസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. 1 മിനിറ്റ് ഒന്ന് ഓക്കെ ആണോ? കേൾക്കുന്നുണ്ടോ? ഇപ്പോ ക്ലിയർ ആണോ? ഓക്കെ.
അപ്പോ നമ്മൾ എന്താണ് ഹോസ്പിറ്റലിന്റെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, ഓരോ വർഷങ്ങള്, അതുപോലെ തന്നെ ഓരോ ഹോസ്പിറ്റല് വന്ന കാര്യങ്ങള്, അതിന്റെ പ്രത്യേകതകളെ കുറിച്ച്, ഹോസ്പിറ്റലിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് പോർഷനിൽ നോക്കാം. ഹോസ്പിറ്റൽ ഓഫ് ഏർലി എറ BC 500 AD. ഫുള്ള് കഴിഞ്ഞായിരുന്നു, ഇൻട്രൊഡക്ഷൻ ഫുൾ കഴിഞ്ഞായിരുന്നു. ഇനി നെക്സ്റ്റ് ആണ് ചാപ്റ്റർ 2 ഹിസ്റ്ററീസ് ഓഫ് ഹോസ്പിറ്റൽസ് തുടങ്ങിയത് കേട്ടോ. ഓക്കെ, ടെക്സ്റ്റ് കിട്ടാത്തവര് കൃത്യമായിട്ട് ലെക്ചർ നോട്ട് എഴുതി വെച്ച് പഠിക്കണം. ഓക്കെ, നോട്ട്ബുക്ക് ഒക്കെ കയ്യിലില്ല എല്ലാവരുടെ? നോട്ട്ബുക്ക് എടുത്ത് വെക്കാം. കൃത്യമായിട്ട് ഇമ്പോർട്ടന്റ് കൊടുത്ത് പറയേണ്ട കാര്യങ്ങള്, പഠിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറയും. അപ്പൊ കറക്റ്റ് ആയിട്ട് എഴുതി വെക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ ഫസ്റ്റ് ആണ് പറയുന്നത് എന്താണ്? ഹോസ്പിറ്റൽസ് ഓഫ് ഏർലി എറ BC 500 AD. ഇനി അതിനകത്ത് എന്താ പറയുന്നത്? ഏർലി മെഡിക്കൽ ട്രീറ്റ്മെന്റ് വാസ് always recognized as religious services and ceremonies. Okay, religious എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ മീനിങ് വരുന്നത്? റിലീജിയസ് എന്തായിരിക്കും മീനിങ്? റിലീജിയസ് അറിയാൻ പറ്റുമല്ലോ. റിലീജിയസ് മീൻസ് മതപരമായ കാര്യങ്ങൾ അല്ലെ. ഓക്കെ, സെറിമണീസ് എന്ന് പറഞ്ഞാലോ ചടങ്ങുകൾ. ഓക്കെ, അപ്പോ ഇയർലി മെഡിക്കൽ ട്രീറ്റ്മെന്റ്, ആദ്യകാല മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മതപരമായ ആചാരങ്ങളോടും അതുപോലെ തന്നെ ചടങ്ങുകളോടും കൂടിയിട്ട് റെക്കഗ്നൈസ് അല്ലെ, അംഗീകരിക്കപ്പെട്ടതായിരുന്നു. ഓക്കെ, ഇയർലി മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിലീജിയസ് സർവീസസ്, മതപരമായ ആചാരങ്ങളും ചടങ്ങുകളോടും കൂടിയിട്ട് അംഗീകരിക്കപ്പെട്ടതായിരുന്നു. Priest were also physician or medicine man. അണ്ടർലൈൻ ചെയ്യാട്ടോ, ടെക്സ്റ്റ് ബുക്ക് ഉള്ളവര് അണ്ടർലൈൻ ചെയ്യാം. അപ്പൊ ഫിസിഷ്യൻ എന്ന് പറയുന്നത് ആരായിരുന്നു? പ്രീസ്റ്റുകളായിരുന്നു. ഓക്കെ, പുരോഹിതന്മാരായിരുന്നു പ്രീസ്റ്റുകളായിട്ട് അന്നത്തെ കാലത്ത് കണക്കാക്കിയിരുന്നത്. മെഡിസിൻ മാൻ എന്നും അദ്ദേഹത്തെ പറയുന്നുണ്ട്. ക്യാരി ഫോർ സ്പിരിറ്റ്സ്, മൈൻഡ് ആൻഡ് ബോഡി. അതുപോലെ തന്നെ എന്താണ് സ്പിരിറ്റ്? എന്താണ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാല്? എന്താ മീനിങ്? ആത്മാവ്. അതുപോലെ മൈൻഡ്, മനസ്സല്ലേ. അതുപോലെ തന്നെ ബോഡി അറിയാലോ. സ്പിരിറ്റ്, മൈൻഡ്, അതുപോലെ തന്നെ ബോഡി എന്നിവയൊക്കെ പരിപോഷിപ്പിക്കുന്നവരായിരുന്നു ആര്? പ്രീസ്റ്റുകൾ എന്ന് പറഞ്ഞാല്. പ്രീസ്റ്റുകളെയാണ് അന്നത്തെ കാലത്ത് നമ്മുടെ ഫിസിഷ്യൻ ആയിട്ട് കണക്കാക്കിയിരുന്നത്. അവ എങ്ങനെയായിരുന്നു? സ്പിരിറ്റ്, അതുപോലെ മൈൻഡ്, ബോഡി, ഇവ എല്ലാതും എന്താണ്? പരിപോഷിപ്പിക്കുന്നവരായിരുന്നു പ്രീസ്റ്റുകൾ എന്ന് പറയുന്നത്. പ്രീസ്റ്റ് ഓർ ഡോക്ടർ came under the ruling class with a great പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്. നമ്മൾ പറഞ്ഞു പ്രീസ്റ്റിനെ നമ്മൾ ഡോക്ടർ ആയിട്ടാണ് അല്ലെ അന്നത്തെ കാലത്ത്, പണ്ട് കാലങ്ങളില് കണക്കാക്കിയിരുന്നത്. അപ്പോ റൂളിംഗ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂളിംഗ് ക്ലാസ് എന്തായിരിക്കും മീനിങ്? റൂളിംഗ് ക്ലാസ് എന്തായിരിക്കും? എന്താണെന്നറിയോ? ഓക്കെ, ഭരണം. ഓക്കെ, ഇപ്പൊ റൂളിംഗ് ക്ലാസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭരണവർഗത്തിൽപ്പെട്ടവരും. ഓക്കെ, അപ്പോ പ്രീസ്റ്റുകള് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ഭരണവർഗത്തിൽപ്പെട്ടവരും അതുപോലെ തന്നെ അവരെന്താണ്? ഗ്രേറ്റ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ളവരായിരുന്നു. Temples or hospitals were also meeting places. നമുക്കറിയാം പ്രീസ്റ്റുകൾ എവിടെയാണ് ഉണ്ടാകുന്നത്? ടെമ്പിൾസിലാണ് അല്ലെ, ആരാധനാലയങ്ങളിലാണ് അവരുണ്ടാകുന്നത്. അപ്പൊ പ്രീസ്റ്റുകളെയാണ് നമ്മൾ ഡോക്ടേഴ്സ് ആയിട്ട് കണക്കാക്കിയിരുന്നത്. ഓക്കെ, അപ്പൊ അവരുടെ മീറ്റിംഗ് പ്ലേസ് എന്ന് പറയുന്നത് എവിടെയാണ്? ടെമ്പിൾസിലാണ്. മനസ്സിലായോ? അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് വരുന്നത്. മനസ്സിലായോ? എന്നും കൂടി പറയാം. early medical treatment was always recognized as religious services and ceremonies.
ഓക്കെ, പണ്ട് കാലങ്ങളിലെ മെഡിക്കൽ ട്രീറ്റ്മെന്റുകള് എന്താണ് റിലീജിയസ് സർവീസസുകള് മതപരമായ ആചാരങ്ങളോടും അതുപോലെ തന്നെ ചടങ്ങുകളോടും കൂടിയിട്ട് അംഗീകരിക്കപ്പെട്ടതായിരുന്നു. ഇനി പ്രീസ്റ്റ് were also physician or medicine man, അല്ലെ? പ്രീസ്റ്റുകൾ എന്ന് പറഞ്ഞാല് പുരോഹിതന്മാർ എന്ന് പറഞ്ഞാൽ ആരാണ്? അന്നത്തെ കാലത്ത് കണക്കാക്കിയിരുന്നത് എങ്ങനെയാണ്? അവരെ ഫിസിഷ്യൻ ആയിട്ടാണ് അല്ലെങ്കിൽ മെഡിസിൻ മാൻ ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഇവരെങ്ങനെയുള്ളവരായിരുന്നു? സ്പിരിറ്റ്, ആത്മാവ്, അതുപോലെ മൈൻഡ്, ബോഡി എന്നിവയെ പരിപോഷിപ്പിക്കുന്നവരായിരുന്നു. Priest or doctors came under the ruling classes with a great political influence. Priest അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എന്ന് പറയുന്നവര് ഭരണവർഗത്തിൽ പെട്ടവരും അവർ ഗ്രേറ്റ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ളവരുമായിരുന്നു. ഇനി അവരുടെ മീറ്റിംഗ് പ്ലേസ് എവിടെയാണ്? ടെമ്പിൾസില്, അല്ലെങ്കിൽ എന്താണ് ടെമ്പിൾസിനെ തന്നെയാണ് നമ്മൾ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്, അല്ലെ? ടെമ്പിൾസിലാണ് പ്രീസ്റ്റുകൾ ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ടെമ്പിൾസ് ആണ് അവരുടെ മീറ്റിംഗ് പ്ലേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ ആ പാരഗ്രാഫ്? ഇനി ഓരോ ഹോസ്പിറ്റലിന്റെ പ്രത്യേകതകള്, ഹോസ്പിറ്റൽ വന്ന കാലഘട്ടങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, 5 ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇല്ല, അത് പ്രീസ്റ്റിന്റെ കാര്യം മനസ്സിലായില്ലേ? അത് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അധികം ഇമ്പോർട്ടന്റ് അല്ല. ഇനി വരുന്ന ഹോസ്പിറ്റൽസിലൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് പറയാൻ പോകുന്നത്. അപ്പോ അണ്ടർലൈൻ ചെയ്യിപ്പിച്ച് തരാം കേട്ടോ. ഇനി എന്താണ് ഫസ്റ്റ് ഹോസ്പിറ്റൽ? എന്താണ്? മെസപ്പൊട്ടോമിയൻ ഹോസ്പിറ്റൽസ്. നോക്കാം. മെഡിസിൻ ആസ് ആൻ organized being first appeared 4000 years ago in the ancient region of southwest Asia known as Mesopotamia. എന്താണ് ഇവിടെ പറയുന്നത്? Medicine as an organized being first appeared 4000 years ago in the ancient region of southwest Asia known as Mesopotamia. മെസപ്പൊട്ടോമിയ എന്ന് പറഞ്ഞാൽ എന്താണ് മെസപ്പൊട്ടോമിയയെ കുറിച്ച് പറയുന്നത്? സൗത്ത് വെസ്റ്റ് ഏഷ്യയിലെ ഒരു ആൻഷ്യന്റ് റീജിയൻ ആണ് എന്ത്? മെസപ്പൊട്ടോമിയ എന്ന് പറയുന്നത്, അല്ലെ? അവിടെ 4000 വർഷങ്ങൾക്ക് മുൻപ് എന്താണ് മെഡിസിൻ ഫസ്റ്റ് അപ്പിയർ ചെയ്തു. അതാണ് പറയുന്നത്. മനസ്സിലായോ? സൗത്ത് വെസ്റ്റ് ഏഷ്യയിലെ പുരാതന നഗരം, അല്ലെ, പ്രദേശമായിരുന്നു. സൗത്ത് വെസ്റ്റ് ഏഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? തെക്കു പടിഞ്ഞാറൻ ഏഷ്യയിലെ പുരാതന നഗരമായിരുന്നു എന്ത്? മെസപ്പൊട്ടോമിയ എന്ന് പറയുന്നത്. അവിടെ എന്താണ് 4000 വർഷങ്ങൾക്ക് മുൻപ് മെഡിസിൻ ഫസ്റ്റ് അപ്പിയർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെളിവാക്കപ്പെടുക അല്ലെങ്കിൽ വെളിപ്പെടുക. ഓക്കെ, മെഡിസിൻ ഫസ്റ്റ് അപ്പിയർ ചെയ്തത് എവിടെ വെച്ചായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതും? ഓക്കെ, മെസപ്പൊട്ടോമിയ. ക്ലിയർ ആയോ? അണ്ടർലൈൻ ചെയ്ത് പഠിക്കാം കേട്ടോ. ലെക്ചർ നോട്ട് എഴുതി വെക്കുക ടെക്സ്റ്റ് ഇല്ലാത്തവര്. ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണോ? ഒന്നുകൂടി പറയാം. ഓക്കെ, മെസപ്പൊട്ടോമിയ എന്ന് പറഞ്ഞാല് സൗത്ത് വെസ്റ്റ് ഏഷ്യയിലെ തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയിലെ ആൻഷ്യന്റ് റീജിയൻ ആയിരുന്നു. പുരാതന അല്ലെങ്കിൽ എന്താണ് പുരാതന പ്രദേശമായിരുന്നു മെസപ്പൊട്ടോമിയ എന്ന് പറയുന്നത്. സൗത്ത് വെസ്റ്റ് ഏഷ്യയിലെ ആൻഷ്യന്റ് റീജിയൻ പുരാതന പ്രദേശമായിരുന്നു മെസപ്പൊട്ടോമിയ എന്ന് പറയുന്നത്. അവിടെ 4000 വർഷങ്ങൾക്ക് മുൻപ് മെഡിസിൻ ഫസ്റ്റ് അപ്പിയർഡ് ചെയ്തു. ഫസ്റ്റ് അപ്പിയർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിപ്പെടുക. അപ്പൊ ഫസ്റ്റ് മെഡിസിൻ വെളിപ്പെട്ടത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെസപ്പൊട്ടോമിയ ആണ് ആൻസർ. ഓക്കെ, ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുമ്പോൾ ഒന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് ഓക്കെ ആണോ? എല്ലാവർക്കും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഹുംറാബീസ് കോഡ്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഹുംറാബീസ് കോഡ് എന്ന്? ഇല്ല. രാജാവിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഹുംറാബി എന്ന് പറഞ്ഞ രാജാവ്? ഇല്ല, ആരും കേട്ടിട്ടില്ല.
ഓക്കെ, അപ്പോ ഹുംറാബി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞു മെസൊപ്പൊട്ടോമിയ എന്ന് പറയുന്നത് ഒരു പുരാതന പ്രദേശമാണ് അല്ലെ. ഈ മെസൊപ്പൊട്ടോമിയയിലെ തന്നെ ഒരു പ്രദേശമാണ് ബാബിലോൺ. ഓക്കെ, ബാബിലോൺ മെസൊപ്പൊട്ടോമിയയിലെ തന്നെ ഒരു പ്രദേശമാണ്. അവിടുത്തെ 6ാമത്തെ രാജാവായിരുന്നു ഹുംറാബി. ഓക്കെ, മെസൊപ്പൊട്ടോമിയയിലെ ഒരു പ്രദേശമാണ് ബാബിലോൺ. ബാബിലോണിലെ 6ാമത്തെ രാജാവായിരുന്നു ഹുംറാബി. ഈ ഹുംറാബി ഒരു കുറെ എന്താണ് നിയമസംഹിത ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ പറയുന്നതാണ് ഹുംറാബീസ് കോഡ്. യെസ്, ഓക്കെ, അമൃത പഠിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ, അപ്പോ എന്താണ് ബാബിലോണിലെ 6ാമത്തെ രാജാവായിരുന്നു അമൽജിത്ത് ആണല്ലേ? ഓക്കെ, അമൽജിത്ത് പെട്ടെന്ന് കണ്ടപ്പോ. ഓക്കെ, അപ്പോ ഹുംറാബി കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം. മെസൊപ്പൊട്ടോമിയയിലെ ഒരു പ്രദേശമായിരുന്നു ബാബിലോൺ എന്ന് പറയുന്നത്. ബാബിലോണിലെ 6ാമത്തെ രാജാവായിരുന്നു ഹുംറാബി. ഹുംറാബി കുറച്ച് നിയമസംഹിതകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെയാണ് ഹുംറാബീസ് കോഡ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഹുംറാബീസ് കോഡ് എന്ന് പറഞ്ഞാല് നോക്കാം. അതിന്റെ ഇയേഴ്സ് നോക്കിയേ. 70 28 to 1686 BC വരെയാണ് കേട്ടോ. ഓക്കെ, ഇനി അതെന്താണ് ഹുംറാബീസ് കോഡ് എന്ന് പറഞ്ഞാല്? വാസ് ദ റൂൾ ഓഫ് ദ പ്രാക്ടീസ് ഓഫ് ഡോക്ടേഴ്സ്. എന്താണ്? ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ വിധത്തിലുള്ള റൂൾസുകളാണ് ഹുംറാബീസ് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഡോക്ടേഴ്സിന്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങള്, റൂൾസുകളായിരുന്നു ഹുംറാബീസ് കോഡ്. ഇനി നെക്സ്റ്റ് നോക്കാം. ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ came from Sumer in ancient Babylon. ഇനി ബാബിലോണിലെ ഒരു പ്രദേശമാണ് എന്ത്? സുമേർ എന്ന് പറയുന്നത്. അവിടെയാണ് ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ. അതിൽ നിന്നാണ്, ആ പ്രദേശത്ത് നിന്നാണ് വന്നത്. മനസ്സിലായോ? പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോക്ടർമാരെ നമുക്ക് തരാറുണ്ട് അല്ലെ? ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാൻ പോകുമ്പോ നമുക്ക് തരും മരുന്ന് എഴുതിയിട്ട്. എന്താണ്? ഒരു അല്ലെ ഫോം അല്ലെ? ഓക്കെ, അപ്പൊ അതിനെ പറയുന്നതാണ് പ്രിസ്ക്രിപ്ഷൻ, കുറിപ്പടി. ഓക്കെ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ കുറിപ്പടി. ആ കുറിപ്പടി ഫസ്റ്റ് റെക്കോർഡ് ചെയ്തത് എവിടെ നിന്നാണ്? ബാബിലോണിലെ സുമേർ എന്ന പ്രദേശത്ത് നിന്നാണ്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. സുമേർ എന്നുള്ളത് ഓർത്ത് വെക്കാം. ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ came from ഡാഷ്. ഓക്കെ, സുമേർ. അതുപോലെ തന്നെ ഹുംറാബീസ് കോഡ്. എന്താണ് ഹുംറാബീസ് കോഡ് എന്ന് പറഞ്ഞാല്? ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ വിധത്തിലുള്ള റൂൾസ്, അതിനെയാണ് നമ്മൾ പറയുന്നത് ഹുംറാബീസ് കോഡ്. ഇനി എന്താണ്? അതുപോലെ തന്നെ മെഡിസിൻ ഫസ്റ്റ് അപ്പിയർ ചെയ്തത്, വെളിപ്പെട്ടത് ഏത് സ്ഥലത്ത് നിന്നാണ്? മെസൊപ്പൊട്ടോമിയ. ഇത്രയും കാര്യങ്ങൾ, 3 കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഓർത്ത് വെക്കുക. സുമേർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ came from Sumer in ancient Babylon. കണ്ടോ? SUMER. ഇയർ അത്ര ഇമ്പോർട്ടന്റ് അല്ല, അങ്ങനെ കണ്ടിട്ടില്ല. ബാക്കിയുള്ള ആ 3 കാര്യങ്ങൾ മിസ് പറഞ്ഞില്ലേ, 3 കാര്യങ്ങൾ, അതൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ഏത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചോദിക്കാം. ഇയറും ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. ഇനി പെട്ടെന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതണം. ഓക്കെ, ചോദിച്ച് കണ്ടിട്ടില്ല ഇയർ, എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് മെസൊപ്പൊട്ടോമിയൻ ഹോസ്പിറ്റൽസ് ആണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ് അവിടെ പറഞ്ഞത് നമ്മള്? എന്താണ് മെസൊപ്പൊട്ടോമിയ എന്ന് പറയുന്നത്? എന്താണ്?
എന്താണെന്നാണ് പറഞ്ഞത്? സൗത്ത് വെസ്റ്റ് ഏഷ്യയിലെ ആൻഷ്യന്റ് റീജിയൻ ആണ് അല്ലെ. അവിടെ എന്താണ് 4000 വർഷങ്ങൾക്ക് മുൻപ് മെഡിസിൻസ് ഫസ്റ്റ് അപ്പിയർഡ് ചെയ്തു. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഹുമ്രാബീസ് കോഡ് ഇമ്പോർട്ടന്റ് ആണ്. ഹുമ്രാബീസ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വാസ് ദ റൂൾ ഫോർ ദ പ്രാക്ടീസസ് ഓഫ് ഡോക്ടേഴ്സ്. ഡോക്ടേഴ്സിന്റെ പ്രാക്ടീസസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന നിയമമാണ് ഹുമ്രാബീസ് കോഡ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷ നിങ്ങൾക്ക് എങ്ങനെയാണോ എഴുതാൻ പറ്റുന്നത് അതനുസരിച്ച് എഴുതി വെച്ചാൽ മതി. ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്നത് വരെ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കാമല്ലോ. ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്നത് വരെയെങ്കിലും ലെക്ചർ നോട്ട് എഴുതുന്നത് നല്ലതാണ്. ഇനി അതുപോലെ തന്നെ മൂന്നാമത്തെ പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്? ബാബിലോണിലെ ഒരു ആൻഷ്യന്റ് നഗരമാണല്ലേ ഈ സുമേർ എന്ന് പറയുന്നത്. ആ സുമേർ, ആ പ്രദേശത്താണ് ഫസ്റ്റ് റെക്കോർഡ് പ്രിസ്ക്രിപ്ഷൻ കുറിപ്പടികള് അവിടെ നിന്നാണ് വന്നത്. ഓക്കെ, ക്ലിയർ ആയോ? മെസൊപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽ ജസ്റ്റ് 3 പോയിന്റ് ഒന്ന് റീഡ് ചെയ്ത് ഒന്ന് വായിച്ചു നോക്കി. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സെക്കൻഡ് പോയിന്റ് എന്താണ്? ഹുമ്രാബീസ് കോഡ്. ഇതെന്താണ് പറയുന്നത്? ഡോക്ടേഴ്സിന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങള്, അതിനെയാണ് നമ്മൾ ഹുമ്രാബീസ് കോഡ് എന്ന് പറയുന്നത്. ചെറിയ പോയിന്റ് അല്ലേ? ഹുമ്രാബീസ് കോഡ് വാസ് ദ റൂൾ ഫോർ ദ പ്രാക്ടീസസ് ഓഫ് ഡോക്ടേഴ്സ്. Okay. അയച്ചു നോക്കാം കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് പറയാം നമുക്ക്. നെക്സ്റ്റ് ഗ്രീക്ക് ഹോസ്പിറ്റൽ. ഓക്കെ, അതിന്റെ പീരീഡ് ആണ് ഇത് 460 to 136 BC ട്ടോ. ജസ്റ്റ് ഒന്ന് അതിന്റെ പീരീഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി. അധികം ഇമ്പോർട്ടന്റ് അല്ല. അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് എഴുതാനായിട്ടാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അത് അധികം ഇമ്പോർട്ടന്റ് അല്ല. അതിന്റെ പീരീഡുകളൊന്നും കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ ഗ്രീക്ക് ഹോസ്പിറ്റൽ എന്താണെന്നാണ് പറയുന്നത്? Treatment was based on magic religious rituals. എങ്ങനെയാണ് ആ ഗ്രീക്ക് ഹോസ്പിറ്റലിലെ കാലഘട്ടത്തില് ട്രീറ്റ്മെന്റുകൾ ഏത് ബേസിലായിരുന്നു? മാജിക് അല്ലെ. എന്താണ്? മന്ത്രവാദപരവും അതുപോലെ തന്നെ റിലീജിയസ് റിച്വൽസ് മതപരവും അങ്ങനെയുള്ള ബേസിലായിരുന്നു ആളുകൾക്ക് ട്രീറ്റ്മെന്റുകൾ നൽകിയിരുന്നത്. മനസ്സിലായോ? മാജിക്കും റിലീജിയസ് റിച്വൽസും അതിന്റെ ബേസിലായിരുന്നു. മന്ത്രവാദപരവും അതുപോലെ തന്നെ മതപരവുമായിട്ടുള്ള ബേസിലായിരുന്നു ഗ്രീക്ക് ഹോസ്പിറ്റലിലെ കാലഘട്ടത്ത് ആളുകൾക്ക് ട്രീറ്റ്മെന്റുകൾ നൽകിയിരുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഹിപ്പോക്രാറ്റസ്. ആരായിരുന്നു ഹിപ്പോക്രാറ്റസ്? ഫാദർ ഓഫ് മെഡിസിൻ. അണ്ടർലൈൻ ചെയ്യാം. എന്താണ്? Who is the father of medicine? Hippocrates. അണ്ടർലൈൻ ചെയ്ത് വെക്കാം, ഇമ്പോർട്ടന്റ് ആണ്. ഇനി അദ്ദേഹം നോക്കിയേ, used logical non-religious approach to medicine. ഇനി അദ്ദേഹം എങ്ങനെയാണ് മെഡിസിനിൽ അദ്ദേഹം വന്നപ്പോഴുള്ള പ്രത്യേകതകൾ എന്താണ്? ലോജിക്കൽ അല്ലെ, യുക്തിപരവും
നോൺ റിലീജിയസ്. എന്താണ് നോൺ റിലീജിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? മതപരമല്ലാത്ത അപ്രോച്ചുകളും അദ്ദേഹത്തിന്റെ കാലഘട്ടത്ത് മെഡിസിൻ ഫീൽഡിൽ കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ ഹു ഈസ് ദ ഫാദർ ഓഫ് മെഡിസിൻ? ഇമ്പോർട്ടന്റ് ആണ് ഹിപ്പോക്രാറ്റസ്. ഓക്കെ, അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് ലോജിക്കൽ ആയിട്ട് അല്ലെ, യുക്തിപരവും നോൺ റിലീജിയസ് എന്താണ് മതപരമല്ലാത്തൊരു കാര്യം അപ്രോച്ചസ് ആണ് മെഡിസിൻ ഫീൽഡിൽ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോ ഈ ഞാൻ പറയാം അതെന്താണ്, അതിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീക്കുകാര് വിശ്വസിച്ചിരുന്നത് എന്താണ്? അവർക്ക് രോഗം വരുന്നത് ദേവന്മാരുടെ കോപം മൂലമാണെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അവർക്ക് രോഗമുണ്ടാകുന്നത്, ഗ്രീക്കുകാർ വിശ്വസിച്ചിരുന്നത് രോഗമുണ്ടാകുന്നത് എങ്ങനെയാണെന്നാണ്? ദേവന്മാരുടെ കോപത്താലാണെന്നാണ്. പക്ഷേ ഈ ഹിപ്പോക്രാറ്റസ് പറയുന്നത് എങ്ങനെയാണ് ആളുകൾക്ക് അസുഖം വരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്? പരിസ്ഥിതിയുടെ കാരണങ്ങൾ കൊണ്ടും ഓരോരുത്തരുടെ ജീവിത രീതികളിലുള്ള ആ മാറ്റങ്ങൾ കൊണ്ടുമാണ് രോഗങ്ങള് ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം തെളിയിച്ചു. മനസ്സിലായോ? അപ്പൊ ഗ്രീക്കുകാരെ വിശ്വസിച്ചിരുന്നത് ദേവന്മാരുടെ കോപം കൊണ്ടാണ് ആളുകൾക്ക് അസുഖം വരുന്നത്. ഇനി അദ്ദേഹം എന്താണ് പറയുന്നത്? അദ്ദേഹം പറയുന്നത് എന്താണ്? പരിസ്ഥിതിയുടെ കാരണങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ഓരോരുത്തരുടെയും ജീവിത രീതികള്, ജീവിത ശൈലികൾ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലെ ഓരോരുത്തരുടെയും. അതുകൊണ്ട് തന്നെയാണ് രോഗം ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം തെളിയിച്ചു. അതുകൊണ്ടാണ് ലോജിക്കല് നോൺ റിലീജിയസ് ആയിട്ടുള്ള അപ്രോച്ചുകള് അദ്ദേഹം മെഡിസിൻ ഫീൽഡില് കൊണ്ടുവന്നത്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് ഗ്രീക്ക് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് ഹിപ്പോക്രാറ്റസ്. ഹു ഈസ് ദ ഫാദർ ഓഫ് മെഡിസിൻ? ഹിപ്പോക്രാറ്റസ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഗ്രീക്ക് ഹോസ്പിറ്റലില് എങ്ങനെയാണ് ട്രീറ്റ്മെന്റുകൾ കൊടുത്തിരുന്നത്? മതപരവും അതുപോലെ തന്നെ മന്ത്രവാദത്തിന്റെ ബേസിലുമായിരുന്നു ട്രീറ്റ്മെന്റുകൾ കൊടുത്തിരുന്നത്. അതുപോലെ ഹിപ്പോക്രാറ്റസ് എന്ന് പറയുന്നത് ഫാദർ ഓഫ് മെഡിസിൻ ആണ്. അദ്ദേഹം ലോജിക്കൽ ആയിട്ടുള്ളതും നോൺ റിലീജിയസ് ആയിട്ടുള്ള അപ്രോച്ചുകളും മെഡിസിൻ ഫീൽഡിൽ കൊണ്ടുവന്നു. ഓക്കെ ആണോ? ഗ്രീക്ക് ഹോസ്പിറ്റൽ ക്ലിയർ ആയോ? ഓക്കെ, ഇനി എന്താണ് റോമൻ ഹോസ്പിറ്റൽ? റോമൻ ഹോസ്പിറ്റൽസ് എന്താണ്? by 1st century BC, the Roman was the first to make the institutional care of the sick and the injured. എന്താണ്? രോഗബാധിതരോ മുറിവേറ്റവരോ ആയിട്ടുള്ള ആളുകൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ വേണമെന്ന് ആരാ പറഞ്ഞത്? റോമൻസ് ആണ് കൊണ്ടുവന്നത്. മനസ്സിലായോ? ഓക്കെ, അതിന്റെ ആ കാലഘട്ടം എന്ന് പറയുന്നത് 1st century BC ആണ്. അവിടെ അവരെങ്ങനെയാണ് പരിക്കേറ്റ ആൾക്കും അതുപോലെ തന്നെ രോഗബാധിതർക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ അല്ലെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം, ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ വേണം എന്ന് കൊണ്ടുവന്നത് ആരാണ്? റോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ റോമൻ ഹോസ്പിറ്റലിലെ കാലഘട്ടത്ത് എന്താണ് മിലിറ്ററി എന്ന് പറഞ്ഞാൽ ആരാണ്? മിലിറ്ററി പട്ടാളക്കാരല്ലേ? ഓക്കെ സൈനികന്മാര്. അതുപോലെ തന്നെ സ്ലേവ് ആരാണ്? മീനിങ് എന്താ? സ്ലേവിന്റെ മീനിങ് അടിമകള്. ഓക്കെ, അറിയാത്തവരെ നോട്ട് ചെയ്ത് വെക്കാം. മിലിറ്ററി അല്ലെ, പട്ടാളക്കാർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അടിമകള്, ഇന്നത്തെ കാലത്തുള്ള അടിമകൾക്ക് വേണ്ടിയിട്ടും അവിടെ ഒരു ഹോസ്പിറ്റല് എക്സിസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോ റോമൻ ഹോസ്പിറ്റലിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഞ്ചേർഡ് അല്ലെ, രോഗബാധിതരും പരിക്കേറ്റ അവർക്കും വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ വേണം എന്ന് കൊണ്ടുവന്നത് റോമൻസ് ആയിരുന്നു 1st century BC. അതുപോലെ തന്നെ മിലിറ്ററിക്കും അതുപോലെ തന്നെ ഈ അടിമകൾക്കും വേണ്ടിയിട്ട് ഹോസ്പിറ്റല് ആ കാലഘട്ടത്ത് എക്സിസ്റ്റ് ആയിട്ട് വന്നു.
സ്ലേവ്, അടിമ. ഗ്രീക്ക് ഹോസ്പിറ്റൽ ആൻഡ് റോമൻ ഹോസ്പിറ്റൽസ് ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കാം കേട്ടോ. ഇതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എന്ത്? ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥാപനം അല്ലെ, ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓർഗനൈസേഷൻ, ഫേം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു സ്ഥാപനം. ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. നമ്മള് എന്തിൽ പഠിച്ചിട്ടുണ്ട്? ഡെഫിനേഷനിൽ നമ്മൾ പഠിച്ചില്ലേ? അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥാപനം. ഇനി നെക്സ്റ്റ് നോക്കാം, റോമൻ ഹോസ്പിറ്റൽസ്. ഓക്കെ, റോമൻ ഹോസ്പിറ്റൽ നമ്മൾ പറഞ്ഞു, സോറി. ഇനി നെക്സ്റ്റ് ആണ്, ഫോർത്ത് പോയിന്റ് ആണ് അറബിക് ഹോസ്പിറ്റൽസ്. ഓക്കെ, അറബിക് ഹോസ്പിറ്റൽസ്. The Roman military hospitals and the few Christian hospitals were no match for the number, organization and excellence of the Arabic hospital. അപ്പോ അറബിക് ഹോസ്പിറ്റലിന്റെ കാലഘട്ടത്ത് റോമൻ മിലിറ്ററി ഹോസ്പിറ്റലും അതുപോലെ തന്നെ ക്രിസ്ത്യൻ ഹോസ്പിറ്റൽസും അവിടെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്ത് ഈ എന്താണ്? അറബിക് ഹോസ്പിറ്റലിന്റെ നമ്പറിനോടോ ഓർഗനൈസേഷനോടോ അതുപോലെ തന്നെ എക്സലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സലൻസ് മീൻസ് എന്തായിരിക്കും? എക്സലൻസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? എക്സലൻസ് മീൻസ് മികച്ചത്. ഓക്കെ, വെരി ഗുഡ്. മികച്ച, മികവ്. ഓക്കെ, അപ്പോ അറബിക് ഹോസ്പിറ്റലിന്റെ നമ്പറിനോടോ ഓർഗനൈസേഷനോടോ അതുപോലെ തന്നെ മികവിനോടോ എന്താണ് താരതമ്യപ്പെടുത്താനായിട്ട് പറ്റില്ല. അത് എങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ടോപ്പ് ലെവലില് മിലിറ്ററി ഹോസ്പിറ്റലും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ക്രിസ്ത്യൻ ഹോസ്പിറ്റലും അവിടെ ഉണ്ടായിരുന്നു അല്ലെ. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? അറബിക് ഹോസ്പിറ്റലിന്റെ നമ്പറിനോടോ ഓർഗനൈസേഷനോടോ മികവിനോടോ ഇവരെ താരതമ്യപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അറബിക് ഹോസ്പിറ്റല് ഏറ്റവും ടോപ്പ് പൊസിഷനിലാണ് നിൽക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ. അതുകൊണ്ടാണ് ഇവരെക്കാട്ടിലും, ഈ ഹോസ്പിറ്റലിനെക്കാട്ടിലും ഏറ്റവും ടോപ്പ് ലെവലിൽ നിന്നിരുന്നത് ആരാണ്? അറബിക് ഹോസ്പിറ്റലാണ്. അതുകൊണ്ടാണ് പറയുന്നത് അറബിക് ഹോസ്പിറ്റലിന്റെ നമ്പറിനോടോ ഓർഗനൈസേഷനോടോ അതുപോലെ തന്നെ അതിന്റെ എക്സലൻസ്, മികവിനോടോ താരതമ്യപ്പെടുത്താനായിട്ട് സാധിക്കില്ല. ക്ലിയർ ആയോ? ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അതിനകത്ത് അധികം ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ ആണോ അറബിക് ഹോസ്പിറ്റല്? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇന്ത്യൻ ഹോസ്പിറ്റൽസ്. ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് ഷോ that efficient hospitals were built in India by 600 BC. During the Gorgeous region of King Ashoka, 273 to 232 BC, കിങ് അശോകയുടെ കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ്? 273 to 232 BC കാലഘട്ടമാണ്. The Indian hospital started to look like modern hospital. അപ്പൊ ഇത്രയും നോക്കാം. എന്താണ്? Historical record shows the efficient hospitals built in. Efficient hospital, ഏറ്റവും നല്ല ഫലവത്തായ എഫിഷ്യന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റല് ബിൽഡ് ചെയ്തത് ഏത് കാലഘട്ടത്താണ്? ഇന്ത്യയില് 600 BC കാലഘട്ടത്താണ്. ഇനി കിങ് അശോകയുടെ കാലഘട്ടത്ത്
ഈ ഇന്ത്യൻ ഹോസ്പിറ്റല് എന്തായിട്ട് മാറി? മോഡേൺ ഹോസ്പിറ്റലുകളുടെ ആ രീതിയിലേക്ക് വന്നു. മനസ്സിലായോ? കിങ് അശോകയുടെ കാലഘട്ടത്ത് ഇന്ത്യൻ ഹോസ്പിറ്റൽസ് സ്റ്റാർട്ട് ടു ലുക്ക് ലൈക്ക് മോഡേൺ ഹോസ്പിറ്റൽ. മോഡേൺ ഹോസ്പിറ്റലിന്റെ ഒരു ഇതിലേക്ക് വന്നു. ഓക്കെ, ഇന്ത്യൻ ഹോസ്പിറ്റൽസ് മോഡേൺ ഹോസ്പിറ്റലിന്റെ രീതിയിലോട്ട് വന്നു. ആരുടെ കാലഘട്ടത്ത്? കിങ് അശോകയുടെ കാലഘട്ടത്ത്. They followed principles of sanitation and cesarean section were operated. Okay, ഇനി അവിടെ ഫോളോ ചെയ്തിരുന്ന പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ അവിടെ ഫോളോ ചെയ്തിരുന്നത് രണ്ട് കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് സാനിറ്റേഷൻ. സാനിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സാനിറ്റേഷൻ മീൻസ്? കൊറോണയ്ക്കൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ സാനിറ്റേഷൻ? സാനിറ്റൈസ് അല്ലെ? സാനിറ്റൈസർ കേട്ടിട്ടുണ്ടല്ലേ? എന്താണ് സാനിറ്റേഷൻ? സാനിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അണുവിമുക്തമാക്കുന്നത് അല്ലെ? ഓക്കെ ഓക്കെ, ശുചിത്വ തത്വങ്ങള്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് സാനിറ്റേഷൻ, ശുചിത്വ തത്വങ്ങളും അതുപോലെ തന്നെ സിസേറിയൻ സെക്ഷൻ. അറിയാല്ലേ സിസേറിയൻ എന്ന് പറഞ്ഞാല്? ഡെലിവറി കഴിഞ്ഞ അമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും അല്ലെ? ഓക്കെ, അപ്പൊ സിസേറിയൻ സെക്ഷൻസ് എന്താണ് അവിടെ ഓപ്പറേറ്റ് ആയി. അപ്പൊ അത് ഫോളോ ചെയ്തിരുന്നത് രണ്ട് കാര്യങ്ങളാണ് അവിടെ ഫോളോ ചെയ്തിരുന്നത്. ഓപ്പറേഷൻ ആണ്. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങൾ. കിങ് അശോകയുടെ കാലഘട്ടത്ത് ഇന്ത്യൻ ഹോസ്പിറ്റല് മോഡേൺ രീതിയിലുള്ള ഹോസ്പിറ്റലിലോട്ട് വന്നു. അതുപോലെ തന്നെ അവിടെ ഫോളോ ചെയ്തിരുന്നത് രണ്ട് കാര്യങ്ങളായിരുന്നു. പ്രിൻസിപ്പിൾ ഓഫ് സാനിറ്റേഷനും അതുപോലെ തന്നെ സിസേറിയൻ സെക്ഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഫിസിഷ്യൻസ് were appointed one for every 10 villages to serve the health care needs of the population. ഇനി എന്താ പറയുന്നത്? ഫിസിഷ്യൻസ്. ആരാ ഫിസിഷ്യൻ എന്ന് പറഞ്ഞാല്? ആരാണ് ഫിസിഷ്യൻ? ഫിസിഷ്യൻ ആരാ? ഡോക്ടർ ആണ് അല്ലെ? ഓക്കെ, ഫിസിഷ്യൻ അവരെ അപ്പോയിന്റ്മെന്റ് ചെയ്തിരുന്നത് എങ്ങനെയാണ്? 10 വില്ലേജേഴ്സിന് ഒരു ഡോക്ടർ എന്ന രീതിയിലായിരുന്നു ഹെൽത്ത് കെയർ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്തിരുന്നത്. 10 വില്ലേജ് ഉണ്ടെങ്കിൽ ആ 10 വില്ലേജിലും ഒരു ഡോക്ടർ എന്ന നിലയിലാണ്. ഫിസിഷ്യൻ അപ്പോയിന്റഡ് വൺ ഫോർ എനി 10 വില്ലേജസ്. ഓക്കെ, 10 വില്ലേജ് ഉണ്ടെങ്കിൽ ഒരു ഡോക്ടർ എന്ന നിലയിലാണ് ഫിസിഷ്യനെ അപ്പോയിന്റ്മെന്റ് ചെയ്തിരുന്നത്. അങ്ങനെയായിരുന്നു നല്ല രീതിയിലുള്ള എല്ലാ ജനങ്ങൾക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്തിരുന്നത്. 10 വില്ലേജ് ഉണ്ടെങ്കിൽ ഒരു ഫിസിഷ്യൻ എന്ന നിലയിലാണ് ഡോക്ടേഴ്സിനെ അപ്പോയിന്റ്മെന്റ് ചെയ്തിരുന്നത്. ആൻഡ് റീജിയണൽ ഹോസ്പിറ്റൽ ഫോർ ആർ ഇൻഫോം. ഇൻഫോം എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഇൻഫോം ഇൻഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? രോഗി. ഓക്കെ, രോഗി. And the destitute. Destitute എന്ന് പറഞ്ഞാല് അനാഥർ. Destitute, another. Infirm means രോഗി and the destitute, another. Were built by Buddha. ഇനി ബുദ്ധയുടെ കാലഘട്ടത്ത് ഈ രോഗികളായവർക്കും അതുപോലെ തന്നെ അനാഥരായവർക്കും എന്ത് ചെയ്തു? ഈ റീജിയണൽ ഹോസ്പിറ്റല്. റീജിയണൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് പ്രാദേശിക ഹോസ്പിറ്റല് കൊണ്ടുവന്നു. ഓക്കെ, ബുദ്ധയാണ് ഈ പ്രാദേശിക ഹോസ്പിറ്റല് ബിൽഡപ്പ് ചെയ്തത്. ആർക്ക് വേണ്ടിയിട്ടാണ്? രോഗികളായവർക്കും അതുപോലെ തന്നെ അനാഥരായവർക്കും. ഓക്കെ, അപ്പൊ ഇന്ത്യൻ ഹോസ്പിറ്റലിലെ കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ്? 600 BC ആണ്. അതുപോലെ കിങ് അശോകയുടെ കാലഘട്ടത്ത് ഇന്ത്യൻ ഹോസ്പിറ്റൽസ് മോഡേൺ ഹോസ്പിറ്റലിന്റെ രീതിയിലോട്ട് വന്നു. അവിടെ ഫോളോ ചെയ്തിരുന്നത് രണ്ട് കാര്യങ്ങളായിരുന്നു. എന്തൊക്കെയാണ്? പ്രിൻസിപ്പിൾ ഓഫ് സാനിറ്റേഷനും സിസേറിയൻ സെക്ഷനും. അതുപോലെ തന്നെ 10 വില്ലേജുകൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഫിസിഷ്യനെ അപ്പോയിന്റ്മെന്റ് ചെയ്തിരുന്നത്? 10 വില്ലേജുകൾ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറാണ് അവർക്ക് അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്തിരുന്നത്.
അതുപോലെ തന്നെ ബുദ്ധയുടെ കാലഘട്ടത്തിൽ ബുദ്ധ എന്ത് ചെയ്തു? റീജിയണൽ ഹോസ്പിറ്റൽ നിർമ്മിച്ചു. ആർക്ക് വേണ്ടിയിട്ടാണ്? ഡിസ്ട്രിക്ട്സിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ രോഗികളായവർക്കും അനാഥരായവർക്കും വേണ്ടിയിട്ടാണ് ബുദ്ധ റീജിയണൽ ഹോസ്പിറ്റല്, പ്രാഥമിക ഹോസ്പിറ്റല് നിർമ്മിച്ചത്. ഓക്കെ, ഇത് വായിച്ചു നോക്കി. 5 ഹോസ്പിറ്റൽസിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. അറബിക് ഹോസ്പിറ്റലില് പറയുന്നോ? അറബിക് ഹോസ്പിറ്റലിന്റെ ആ കാലഘട്ടത്ത് റോമൻ മിലിറ്ററി ഹോസ്പിറ്റലും അതുപോലെ തന്നെ ക്രിസ്ത്യൻ ഹോസ്പിറ്റലും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോ നമ്മളിവിടെ പറയുന്നത് അറബിക് ഹോസ്പിറ്റലിന്റെ നമ്പറിനോടോ ഓർഗനൈസേഷനോടോ അല്ലെങ്കിൽ മികവ്, എക്സലൻസ് എന്ന് പറഞ്ഞാലും മികവിനോടോ താരതമ്യപ്പെടുത്താനായിട്ട് പറ്റില്ലായിരുന്നു. ഓക്കെ, ഈ 2 ഹോസ്പിറ്റലിനെ വെച്ച്, റോമൻ മിലിറ്ററി ഹോസ്പിറ്റലിനെയും ക്രിസ്ത്യൻ ഹോസ്പിറ്റലിനെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അറബിക് ഹോസ്പിറ്റൽ ഏറ്റവും ടോപ്പ് പൊസിഷനിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അത് അറബിക് ഹോസ്പിറ്റലിന്റെ നമ്പറിനോടോ ഓർഗനൈസേഷനോടോ എക്സലൻസിനോടോ നമുക്ക് താരതമ്യപ്പെടുത്താനായിട്ട്, വേറൊരു ഹോസ്പിറ്റലും താരതമ്യപ്പെടുത്താനായിട്ട് പറ്റില്ല. ക്ലിയർ ആയോ? ഇന്ത്യൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 600 BC ആണ്. ഓക്കെ, അതുപോലെ തന്നെ കിങ് അശോകയുടെ കാലഘട്ടത്ത് ഇന്ത്യൻ ഹോസ്പിറ്റൽ എന്തായിട്ട് മാറി? മോഡേൺ ഹോസ്പിറ്റലിന്റെ കൺസെപ്റ്റിലോട്ട് വന്നു. അതുപോലെ തന്നെ അവിടെ ഫോളോ ചെയ്തിരുന്നത് 2 കാര്യങ്ങളാണ്: പ്രിൻസിപ്പിൾ ഓഫ് സാനിറ്റേഷനും സിസേറിയൻ സെക്ഷനും. അതുപോലെ തന്നെ 10 വില്ലേജ് ഉണ്ടെങ്കിൽ 10 വില്ലേജുകൾക്ക് ഒരു ഡോക്ടർ എന്ന നിലയിലാണ് ഫിസിഷ്യനെ അപ്പോയിന്റ്മെന്റ് ചെയ്തിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ബുദ്ധയുടെ കാലഘട്ടത്ത് റീജിയണൽ ഹോസ്പിറ്റൽ അദ്ദേഹം ബിൽഡപ്പ് ചെയ്തു. ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? രോഗികളായവർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട്യൂട്ട് അനാഥർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇൻഫേം എന്ന് പറഞ്ഞാല് രോഗികളായവർക്കും 2 പേർക്കും വേണ്ടിയിട്ട് പ്രാദേശിക ഹോസ്പിറ്റല് അദ്ദേഹം ബിൽഡപ്പ് ചെയ്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഗ്രീക്ക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് മന്ത്രവാദവും അതുപോലെ തന്നെ മതപരമായിട്ടുള്ള ബേസിലായിരുന്നു ട്രീറ്റ്മെന്റുകൾ നൽകിയിരുന്നത് രോഗികൾക്ക് ആ കാലഘട്ടത്ത്. അതുപോലെ തന്നെ ഹിപ്പോക്രാറ്റസ് എന്ന് പറയുന്നത് ഫാദർ ഓഫ് മെഡിസിൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹം ലോജിക്കൽ ആയിട്ടുള്ളതും യുക്തിപരമായിട്ടുള്ളതും അതുപോലെ തന്നെ മതപരമല്ലാത്ത മതപരമല്ലാത്ത അപ്രോച്ച് മെഡിസിൻ ഫീൽഡിൽ കൊണ്ടുവന്നു. കാരണം ഗ്രീക്കുകാര് വിചാരിച്ചിരുന്നത് അവർക്ക് രോഗം വരുന്നത് എങ്ങനെയാണ്? ദേവന്മാരുടെ കോപത്താലാണെന്നാണ് വിചാരിച്ചിരുന്നത്, അവർ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിനൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് അദ്ദേഹം എന്തൊക്കെയാണ് തെളിയിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാല്, രോഗം എങ്ങനെയാണ് അവിടെ ഉള്ള ആൾക്കാർക്ക് വരുന്നത് എന്ന് വെച്ചാല് ചിലപ്പോ പ്രകൃതിയുടെ എന്തെങ്കിലും പല കാരണങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ജീവിത ശൈലി കൊണ്ടാവാം എന്ന് അദ്ദേഹം തെളിയിച്ചു. ഓക്കെ, അപ്പോ അദ്ദേഹം അതുകൊണ്ടാണ് ലോജിക്കൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ നോൺ റിലീജിയസ് ആയിട്ടുള്ള അപ്രോച്ചും അദ്ദേഹം മെഡിസിൻ ഫീൽഡിൽ കൊണ്ടുവന്നത്. ക്ലിയർ ആണോ? 5 ഹോസ്പിറ്റൽസും ഓക്കെ. ഹിപ്പോക്രാറ്റസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, ഹുറാബിസ് കോഡ് ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങള് മാർക്ക് ചെയ്ത് വെച്ച കാര്യങ്ങള് നല്ല രീതിയിൽ പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഇനി നെക്സ്റ്റ് ആണ് ഹോസ്പിറ്റൽസ് ഓഫ് മിഡിൽ ഏജ്. ഓക്കെ,
നമ്മൾ നേരത്തെ പഠിച്ചത് ഏർലി എറ കാലഘട്ടത്തിലുള്ള കാര്യങ്ങളായിരുന്നു. നെക്സ്റ്റ് വരുന്നത് എന്താണ്? മിഡിൽ ഏജ് കാലഘട്ടമാണ്. എന്താണ് അതിന്റെ ഇയേഴ്സ് എന്താണ് പറയുന്നത്? ഇയർ 500 അല്ലെ, 500 to 1500 AD കാലഘട്ടമാണ് മിഡിൽ ഏജിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. ഹോസ്പിറ്റൽസ് കൺസ്ട്രക്റ്റഡ് ഇൻക്രീസ് ഇൻ യൂറോപ്പ് ഡ്യൂറിംഗ് ദ മിഡിൽ ഏജ് ഫോർ ദ ഫോളോയിങ് റീസൺസ്. ഇനി മിഡിൽ ഏജ് കാലഘട്ടത്ത് യൂറോപ്പില് ഹോസ്പിറ്റൽസ് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് തുടങ്ങി, കൂടുതൽ ഹോസ്പിറ്റൽസ് വരാനായിട്ട് തുടങ്ങി. അതിന്റെ റീസൺസ് ആണ് രണ്ട് കാര്യങ്ങളിൽ നമ്മളിവിടെ കണ്ടിരിക്കുന്നത്, കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് പോപ്പ് ഇന്നസെന്റ് III in എന്താണ് 1198 advised and pursued wealthy Christians to build hospitals in every town. ഓക്കെ, അതാണ് ഫസ്റ്റ് റീസൺ ആയിട്ട് പറയുന്നത്. പോപ്പ് എന്ന് പറഞ്ഞാൽ ആരാണ്? പോപ്പ് ആരാ? കേട്ടിട്ടുണ്ടാവുമല്ലോ. പോപ്പ് ആരാണ്? ക്രിസ്ത്യൻസിനൊക്കെ അറിയാൻ പറ്റുമല്ലോ പോപ്പ് ആരാ, എല്ലാവർക്കും അറിയാൻ പറ്റും. ഓക്കെ, മാർപ്പാപ്പ അല്ലെ. ഓക്കെ, അപ്പോ പോപ്പ് ഇന്നസെന്റ് III അദ്ദേഹത്തിന്റെ കാലഘട്ടത്ത് 1198 അദ്ദേഹം എന്താണ് ഈ എവറി ഹോസ്പിറ്റൽസ് അഡ്വൈസ്ഡ് ആൻഡ് പെർസ്യൂഡ് വെൽത്തി ക്രിസ്ത്യൻസ് ടു ബിൽഡ് ഹോസ്പിറ്റൽ ഇൻ എവറി ടൗൺ. അപ്പോ ആ പോപ്പ് ഇന്നസെന്റ് III എന്താണ് 1998 കാലഘട്ടങ്ങളില് ഈ ക്രിസ്ത്യൻസിന്, വെൽത്തി ക്രിസ്ത്യൻസിന് എന്ത് കൊടുത്തു? അഡ്വൈസ് എന്താ? ഉപദേശങ്ങൾ അല്ലെ. ഓക്കെ, ഉപദേശങ്ങൾ. അഡ്വൈസ് മീൻസ് ഉപദേശം. അതുപോലെ തന്നെ പർസ്യൂഡഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രോത്സാഹനം. ഓക്കെ, അപ്പോ എന്ത് ചെയ്തു? എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രോത്സാഹനം കൊടുത്തത്? ഇങ്ങനെയുള്ള ക്രിസ്ത്യൻസിന് പ്രോത്സാഹനവും അഡ്വൈസും കൊടുത്തു. എന്തിനു വേണ്ടിയിട്ട്? എവറി ടൗണില് ഹോസ്പിറ്റൽസ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എല്ലാ ടൗണിലും ഹോസ്പിറ്റൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോപ്പ് ഇന്നസെന്റ് III എന്ത് ചെയ്തു? 1998 ക്രിസ്ത്യൻസിന്, സമ്പന്നനായ അല്ലെ, വെൽത്തി ക്രിസ്ത്യൻസ് ആണ്, സമ്പന്നനായ ക്രിസ്ത്യൻസിന് ഉപദേശവും പ്രോത്സാഹനവും നൽകി. അങ്ങനെയാണ് യൂറോപ്പില് ഹോസ്പിറ്റൽസ് എന്ത് ചെയ്തത്? കൂടുതൽ വരാനായിട്ട് തുടങ്ങിയത്. അതാണ് ഒരു റീസൺ. കിട്ടിയോ? ഫസ്റ്റ് റീസൺ മനസ്സിലായോ? ഓക്കെ ആണോ? ഇനി ഡൗട്ട് ഉണ്ടോ? എന്താണ് പോപ്പ് ഇന്നസെന്റ് III 1998 അവിടെയുള്ള വെൽത്തി ക്രിസ്ത്യൻസിന് അല്ലെ, സമ്പന്നനായ ക്രിസ്ത്യാനികൾക്ക് അഡ്വൈസുകൾ, ഉപദേശവും പ്രോത്സാഹനവും നൽകി. എന്തിനു വേണ്ടിയിട്ട്? എല്ലാ ടൗണിലും ഹോസ്പിറ്റൽസ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി രണ്ടാമതായിട്ട് എന്താ പറയുന്നത്? ഇൻക്രീസ്ഡ് റവന്യൂ were made available from the commerce with the Crusaders. In contrast, in Asia and Africa during the same period, construction of effective and efficient hospitals was pressed forward by the rule and the Crusaders. Crusaders എന്ന് പറഞ്ഞാൽ ആരാണ്? എന്തായിരിക്കും മീനിങ് വരുന്നത്? കുരിശ് യുദ്ധക്കാരല്ലേ. വെരി ഗുഡ്, കുരിശ് യുദ്ധക്കാര്. അപ്പോ ഫസ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നത്? ഇൻക്രീസ്ഡ് റവന്യൂ were made available from the commerce with the Crusaders. ഓക്കെ, കുരിശ് യുദ്ധക്കാരുമായിട്ടുള്ള വാണിജ്യം. കൊമേഴ്സ് മീൻസ് വാണിജ്യം. ഓക്കെ, വാണിജ്യത്തില് കുരിശുദ്ധക്കാരുമായിട്ടുള്ള വാണിജ്യത്തിൽ നിന്ന് വർദ്ധിച്ച വരുമാനം ലഭ്യമാക്കി. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. കുരിശുദ്ധക്കാരുമായിട്ടുള്ള വാണിജ്യത്തില് അതിൽ നിന്ന് വർദ്ധിച്ച വരുമാനം ലഭ്യമാക്കി. അതുപോലെ തന്നെ നെക്സ്റ്റ് സെന്റൻസ് എന്താണ്?
In contrast, in Asia and Africa, during the same period, construction of effective and efficient hospitals were pressed forward by the rule and the crusaders. Okay, അപ്പൊ എന്താണ് സെയിം പീരീഡില് ഏഷ്യയിലും ആഫ്രിക്കയിലും ഇഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളുടെ കൺസ്ട്രക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് എന്താണ് ബൈ റൂളേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഭരണവർഗത്തിൽപ്പെട്ടവരും ഓക്കെ ഭരണവർഗത്തിൽപ്പെട്ടവര് ഓക്കെ ഭരണവർഗക്കാര് അതാണ് ബൈ റൂളേഴ്സ് എന്ന് പറയുന്നത്. ഭരണവർഗത്തിൽപ്പെട്ടവരും അതുപോലെ തന്നെ കുരിശ് യുദ്ധക്കാരുമായിട്ട് മുന്നോട്ട് വന്നു. അവര് രണ്ടുപേരും കൂടി മുന്നോട്ട് വന്നു. ഒന്നുകൂടിയും പറയാം, ആ സെയിം പീരീഡിൽ തന്നെ ഏഷ്യയിലും ആഫ്രിക്കയിലും എന്താണ് എഫക്റ്റീവായിട്ടും എഫിഷ്യന്റുമായിട്ടുമുള്ള ഹോസ്പിറ്റലുകള് ബിൽഡപ്പ് ചെയ്യാൻ, അതിനെ കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് ബിൽഡപ്പ് ചെയ്യാൻ, നല്ല രീതിയിൽ അത് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈ റൂളേഴ്സും അതുപോലെ തന്നെ ഭരണവർഗത്തിൽപ്പെട്ടവര്, ബൈ റൂളേഴ്സ് മീൻസ് ഭരണവർഗത്തിൽപ്പെട്ടവര്, അതുപോലെ തന്നെ ക്രൂസേഡേഴ്സ് കുരിശുദ്ധക്കാരും മുന്നോട്ട് വന്നു. അപ്പൊ ഈ രണ്ട് പോയിന്റ് ആണ് എന്ത് എന്ന് പറയുന്നത്, യൂറോപ്പില് കൂടുതലായിട്ട് ഹോസ്പിറ്റലുകൾ ഇൻക്രീസ് ആവാനായിട്ടുള്ള കാരണങ്ങൾ. ക്ലിയർ ആയോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാട്ടോ. രണ്ട് പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് വായിക്കാം. രണ്ടാമത്തേത് കൂടി പറയണോ? രണ്ടാമത്തേത് പറയാം. സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് കുരിശുദ്ധക്കാരുമായിട്ടുള്ള വാണിജ്യത്തില് നിന്ന് വർദ്ധിച്ച വരുമാനം ലഭ്യമാക്കി. കുരിശുദ്ധക്കാരുമായിട്ടുള്ള വാണിജ്യത്തിൽ നിന്ന് വർദ്ധിച്ച വരുമാനം ലഭ്യമാക്കി. ഇനി സെക്കൻഡ് സെന്റൻസിൽ എന്താ പറയുന്നത്? സെയിം പീരീഡില് തന്നെ ആഫ്രിക്കയിലും ഏഷ്യയിലും ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് ഹോസ്പിറ്റൽസ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് കൺസ്ട്രക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ബൈ റൂളേഴ്സും ക്രൂസേഡേഴ്സും മുന്നോട്ട് വന്നു. ക്രൂസേഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുരിശ് യുദ്ധക്കാർ. ഓക്കെ ആണോ? രണ്ട് പോയിന്റും ഇനി നെക്സ്റ്റ് ആണ് റിനൈസൻസ് ഏജ്. ഓക്കെ, ഇതിന്റെ കാലഘട്ടം 1500 മുതൽ 1700 AD കാലഘട്ടമാണ്. റിനൈസൻസ് മീൻസ് എന്താണ്? നവോത്ഥാന കാലഘട്ടം. The Renaissance period lasted from the 14th to the 16th century. Towards the end of the 15th century, many cities and towns supported some kind of institutional health care. അപ്പൊ എന്താണ് റിനൈസൻസ് പീരീഡ് എന്ന് പറഞ്ഞാല് 14th to 16th century കാലഘട്ടമാണ്. ആ 15th centuryയുടെ എൻഡില്, അവസാന കാലഘട്ടത്ത് എന്ത് ചെയ്തെന്നാണ് പറയുന്നത്? മെനി സിറ്റീസ് ആൻഡ് ടൗൺസ് സപ്പോർട്ടഡ് സം കൈൻഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെൽത്ത് കെയർ. അല്ലെ, രോഗികൾക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെൽത്ത് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്തത്? സിറ്റീസ് ആൻഡ് ടൗൺസ്. ഓക്കെ, സിറ്റീസും ടൗൺസും എന്ത് ചെയ്തു? സപ്പോർട്ട് ചെയ്തു. അത്രയും കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. ജസ്റ്റ് വായിച്ചു നോക്കാനുള്ളൂ, അത്രയും ഇമ്പോർട്ടന്റ് അല്ല. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. സിമ്പിൾ അല്ലേ അത്? മനസ്സിലാക്കാത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആ സെന്റൻസ് വായിക്കുമ്പോ? ക്ലിയർ ആവുന്നില്ലേ?
ഓക്കെ, എന്താ പറഞ്ഞത്? നവോത്ഥാന കാലഘട്ടത്തിൽ എന്താണ് ഇതിന്റെ പീരീഡ് എന്ന് പറയുന്നത് 14th to 16th സെഞ്ചുറിയാണ്. 15th സെഞ്ചുറിയുടെ എൻഡില് എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറെ അധികം സിറ്റീസും ടൗൺസും സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ. എന്ത് പറ്റി? എഴുതാൻ പറ്റുന്നില്ലേ? ഏതാ കിട്ടാത്ത? സ്ക്രോള് ചെയ്യുമ്പോൾ എഴുതാൻ പറ്റുന്നില്ല എന്നാണോ പറഞ്ഞത്? ഓക്കെ ഓക്കെ. ഓക്കെ, ഈ പോയിന്റ് ആണോ കിട്ടാത്ത? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ. റിനൈസൻസ് ഏജ് വരെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ ഓക്കെ. Okay, next please. റിനൈസൻസ് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാല് 14th to 16th സെഞ്ചുറിയാണ്. അതുപോലെ തന്നെ 15th സെഞ്ചുറിയുടെ എൻഡില് അവസാന കാലഘട്ടത്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തു. ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്തത്? സിറ്റീസും അതുപോലെ തന്നെ ടൗൺസ്. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? ഇത്രയും പറയാം. ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് വന്നോ നിങ്ങൾക്ക്? ഇത്രയും കാര്യം നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.